ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തോടടുത്ത് NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. വിശ്വാസ പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് വിശദീകരിക്കും. NSSനെ ഒരു കാരണവശാലും പിടക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, NSS മുന്നോട്ട് വെച്ച കാര്യങ്ങളിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കും, അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് NSS നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് മുന്നിലുള്ളത്. അയ്യപ്പ സംഗമത്തിലെ NSSന്റെ സാന്നിധ്യമടക്കം നമുക്ക് മുമ്പിലുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസ് നീക്കം എങ്ങനെയാണ് ഷഫീദ് റാവുത്തർ? ഇതിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ NSS പ്രാതിനിധ്യം അത് CPIM രാഷ്ട്രീയ നേട്ടമായി ഉയർത്തുന്നുണ്ട്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി BJPക്കും അതേപോലെ കോൺഗ്രസിനും ഒരു പൊളിറ്റിക്കൽ ബോംബായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് വ്യക്തമാക്കൽ. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, വിശ്വാസ സമൂഹത്തിന്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരോ കോൺഗ്രസോ കാര്യമായി ഒന്നും ചെയ്തില്ല. എന്നാൽ വിശ്വാസികളോടൊപ്പം ഉണ്ടാകുമെന്ന LDF സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ ബോംബാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി പൂർണ്ണാർത്ഥത്തിൽ BJPയും കോൺഗ്രസും പ്രതിരോധത്തിലായി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NSSന്റെ നിലപാട് നിർണായകമായി മാറും. ഈ സാഹചര്യത്തിലാണ് ഈ NSSനെ ഒരു സമവായ നീക്കത്തിലൂടെ NSSനെ മയപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നീക്കം. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ NSSുമായി ഇക്കാര്യത്തിൽ ഈ വിശ്വാസ സംരക്ഷണം അതേപോലെ തന്നെ വിശ്വാസ പ്രശ്നങ്ങൾ ഇവയിൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കും. കൂടാതെ ഒരു തരത്തിലും NSSനെ പിണക്കേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്ന നിലപാടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ വിശ്വാസ പ്രശ്നങ്ങളിൽ CPIMനെ വിമർശിക്കുമ്പോൾ അത് NSSന് കൊള്ളരുത് എന്നും ചില നേതാക്കൾക്ക് നിലപാടുണ്ട്. ഏതായാലും ആ സമവായ ശ്രമം എങ്ങനെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. റീജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.